അർജന്റീന തോറ്റ ഷോക്കില ഇയാളുടെ സമനില തെറ്റിയത്. ആ തോൽവി ടിവിയുടെ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് അന്ന് മുതൽ ഇദ്ദേഹം ഇത് റിപ്പയർ ചെയ്തോണ്ടിരിക്കുക. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോ ടിവിനെയും ഫിഫേനെയും ഒക്കെ ആണ് കുറ്റം പറയുന്നത്. ഫിഫ ചതിച്ചതാണ് എന്നാണ് ചിലരുടെ വാദം. കരയുന്നവരും നിലവിളിക്കുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ സത്യം അത് സത്യമാണ്. 2026 ലോകകപ്പ് ഫൈനലിന് മുൻപ് ആഗോള അർജന്റീന ഫാൻസിന്റെ തള്ളലുകൾ കേട്ടാ തോന്നുമായിരുന്നു കപ്പ് നേരെ ബ്യൂണസ് അയേഴ്സിലേക്ക് പാർസൽ അയക്കാൻ ഫിഫ നേരിട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണെന്ന്. എന്തൊക്കെ ബഹളമായിരുന്നു. മെസ്സിയുടെ അവസാനത്തെ ലോകകപ്പാണ്, കപ്പ് ഞങ്ങൾക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് കണ്ണീർ സീരിയൽ മോഡലിൽ ഇറങ്ങിയ അർജന്റീനക്കാരെ കളി തുടങ്ങിയപ്പോ സ്പെയിൻകാർ ശരിക്കും ടാക്കാട്ടിക്ക് കാണിച്ചൊന്ന് വട്ടം കറക്കി. പിന്നത്തെ 90 മിനിറ്റിൽ ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ അർജന്റീനക്കാർ അന്തം വിട്ടു നിൽക്കായിരുന്നു. പന്ത് കാണണമെങ്കിൽ സ്പെയിൻകാർ കരുണ തോന്നി പാസ് ചെയ്യണം എന്നതായിരുന്നു അവിടുത്തെ അവസ്ഥ. ആക്രമണം പോയിട്ട് ആദ്യ പകുതിയിൽ എതിർ ഗോൾ പോസ്റ്റിലേക്ക് ഒരു പന്ത് തട്ടിവിടാൻ പോലും നമ്മുടെ ചാമ്പ്യന്മാർക്ക് സാധിച്ചിട്ടില്ല. ഭാഗ്യം കൊണ്ടും പാവം ഗോൾ കീപ്പർ എമിലിയാനോ സ്വന്തം ജീവൻ പണയം വെച്ചെടുത്ത ചില സാഹസിക സേവുകൾ കൊണ്ട് മാത്രമാണ് മത്സരം എക്സ്ട്രാ ടൈം വരെയെങ്കിലും നീണ്ടുപോയത്. അതിനിടയിലാണ് അടുത്ത കോമഡി. കളിച്ച് ജയിക്കാൻ വഴിയില്ലെന്ന് കണ്ടപ്പോൾ എൻസോ ഫെർണാണ്ടസ് 93-ാമത്തെ മിനിറ്റിൽ വെറുതെ ഒരു റെഡ് കാർഡും വാങ്ങി സ്ഥലം കാലിയാക്കി. 10 പേരുമായി പെട്ടുപോയ അർജന്റീനയെ സ്പെയിൻകാർ റോഡ്രിയുടെ നേതൃത്വത്തിൽ മധ്യനിരയിൽ വെച്ച് റേഡിയോ ഗ്രാമഫോൺ കറക്കുന്നത് പോലെ അങ്ങ് കറക്കി. ഒടുവിൽ 106-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് ഒരു മനോഹര ഗോൾ അടിച്ചതോടെ അർജന്റീനക്കാരുടെ വികാര തരംഗം ഐസ്ക്രീം ഉരുകുന്നത് പോലെ അങ്ങ് ഉരുകിപ്പോയി. ഇതൊന്നും അത്ര പെട്ടെന്നുണ്ടായ സംഭവമല്ല. 1920-ൽ അരങ്ങേറി എന്നും ഫേവറേറ്റുകൾ, പക്ഷേ ഒരിക്കലും ചാമ്പ്യന്മാരല്ല എന്ന സ്ഥിരം ട്രോൾ അവാർഡ് വാങ്ങിയിരുന്ന സ്പെയിൻ 2008-ൽ ടിക്കി ടാക്ക എന്ന മാജിക് അഴിച്ചു വിട്ടപ്പോഴാണ് ലോകം യഥാർത്ഥ ഫുട്ബോൾ എന്താണെന്ന് കണ്ടത്. സാവിയും ഇനിസ്റ്റയും ബുസ്കറ്റ്സും ചേർന്ന് പന്ത് കൊണ്ട് മാജിക് കാണിച്ച് 2008-ൽ യൂറോ, 2010-ൽ ലോകകപ്പ്, 2012-ൽ യൂറോ എന്നിങ്ങനെ എതിരാളികളെ കരയിച്ച് അപൂർവ ഹെട്രിക് അടിച്ചു കൂട്ടിയവരാണ്. 2014-ൽ ചെറിയൊരു ബ്രേക്ക് എടുത്തെങ്കിലും ലൂയിസ് ഡിലാഫുവന്റെയുടെ കീഴിൽ റോഡ്രിയും ലാമിൻ യമാലും പെഡ്രിയും നിക്കോ വില്യംസും അടങ്ങുന്ന ന്യൂജൻ സ്പെയിൻ തിരിച്ചു വന്നത് കേവലം ഒരു ഫുട്ബോളുമായിട്ടല്ല, എതിരാളികളുടെ ശ്വാസം മുട്ടിക്കുന്ന ഹൈ പ്രസിംഗും അതിവേഗ കൗണ്ടർ അറ്റാക്കുമായിട്ടാണ്. ടൂർണമെന്റിലുടനീളം വെറും ഒരേ ഒരു ഗോളിന് മാത്രം വഴങ്ങി അവർ കാണിച്ചു കൊടുത്തു ഒരുത്തന്റെ വ്യക്തിഗത തിളക്കമല്ല, കൃത്യമായ തന്ത്രങ്ങളും 11 പേരുടെ കൂട്ടായ്മയുമാണ് കളി ജയിപ്പിക്കുന്നത് എന്ന്. മെസ്സിക്ക് 39 വയസ്സായി. അദ്ദേഹം പിച്ചിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇനിയെങ്കിലും മെസ്സി പന്ത് തരൂ, ഞങ്ങൾ തട്ടാം എന്ന പ്ലാൻ മാറ്റിവെച്ച് സ്വന്തമായി കളിക്കാൻ അർജന്റീന പഠിക്കണം. ഞങ്ങൾക്ക് ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്നതിനേക്കാൾ നല്ലത് സ്പെയിൻകാർ എങ്ങനെയാണ് പന്ത് കൈവശം വെച്ച് ശാന്തമായ ഗോൾ അടിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് പഠിക്കുന്നത് തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത്തവണ ഫൈനൽ വ്യക്തിഗത ഫാൻസുകളുടെ വികാര പ്രകടനങ്ങൾക്കെതിരെ സ്പാനിഷ് ഫുട്ബോൾ അക്കാദമി നടത്തിയ ഒരു ലൈവ് ട്യൂഷൻ ക്ലാസ് ആയിരുന്നു. അതിൽ സ്പെയിൻ അർഹിച്ച 1ാം റാങ്ക് വാങ്ങിയപ്പോൾ അർജന്റീനയ്ക്ക് കിട്ടിയത് റീടെസ്റ്റിനുള്ള തീയതി മാത്രമാണ്. ഇനിയിപ്പോൾ എന്തായാലും കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, പോവാനുള്ളത് പോയി. ഇനി വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം.